വിട്ടു, കല്യാണം കഴിഞ്ഞു എന്നൊക്കെ ഒരുപാട് കമന്റുകളൊക്കെ വരാറുണ്ട്. അപ്പൊ അതിനുശേഷം പിന്നെ ഇപ്പോ കല്യാണം കഴിക്കുന്നു. ഇത് ആൾക്കാരുടെ ഇടയിലേക്ക് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഭൂമി പിന്നെയും കൊടുക്കല്ലേ നിങ്ങൾ? ഇത് എനിക്ക് വന്നിട്ട് പേഴ്സണായിട്ട് എനിക്ക് അത് മൈൻഡിൽ ഞാൻ എടുക്കുന്നില്ല. ബിക്കോസ് ഞാൻ ഈ ഒരു പ്രൊഫഷണൽ ഇതിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പൊ ഇതിന് മുമ്പും എനിക്ക് അതുപോലൊക്കെ വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് മനസ്സിലാവും ആൾക്കാർക്ക്. മേ ബി ഇന്നോ ഇല്ലയോ നാളെയോ അല്ലോ മറ്റന്നാളോ എപ്പോഴെങ്കിലും അതൊന്ന് മനസ്സിലാവും ഇതൊരു ആക്ടിങ് ആണ്, ഒരു സംഭവമാണ്. അപ്പൊ ഇത് പറയുന്നത് അപ്പൊ നിങ്ങൾ ഒറിജിനൽ ആയിട്ടൊന്നും ആവില്ലേ? ഇല്ല ഫാൻസിനെ ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. കൂടുതലായിട്ട് ഫാൻസ് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലുള്ള ഒരു എന്റെ അറിവില് ഫാൻസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടം ഞങ്ങളുടെ പെർഫോമൻസ് ആണെങ്കിലും അത് റീക്രിയേറ്റ് ചെയ്തിട്ടാണ് ഒരുമിച്ച് കല്യാണം. അത് ഞങ്ങളുടെ പേഴ്സണലി എന്നോട് പറഞ്ഞിട്ടില്ല. അപ്പം പലർക്കും പല രീതിയിൽ പറയാം. സോ അവര് പേഴ്സണലി ഇഷ്ടപ്പെടുന്ന ഞങ്ങളുടെ മൊമെന്റ്സ്, അതിപ്പൂസ് കുറെ മൊമെന്റ്സ് അവർ ഞാൻ ഇഷ്ടപ്പെട്ട ആൾക്കാർ. അത് പിള്ളേരെ മാത്രമല്ല, ഏജ് ഇല്ല, കുറെ അപ്പം അച്ഛന്മാരും അമ്മമാരും കുറെ പേര് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ അവർക്ക് ആ മൊമെന്റ്സ് ഇപ്പം ബിഗ് ബോസ് ഇല്ലാത്തത് എഗെയിൻ ലൈവ് റെക്കോർഡ് ചെയ്ത് ഞാൻ കേട്ടിട്ടുണ്ട്. സോ അങ്ങനത്തെ ഒരു മൊമെന്റ്സ് അവർക്ക് മിസ് ചെയ്യുന്നുണ്ട്. ലൈക് സംവാട്ട് ഇപ്പൊ ഞാനും നമ്മള് ചെറുപ്പത്തിൽ ഇപ്പം കുറെ തിങ്സ് മിസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ചാനലിലൊക്കെ. അപ്പൊ അതുപോലെ മിസ് ചെയ്യുന്നതുകൊണ്ട് അവര് പിന്നെ പിന്നെ റീൽസ് അല്ലെങ്കിൽ വീഡിയോ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതാണ് എന്റെ ഒരു, അതുകൊണ്ടാണ് എനിക്ക് വർക്ക്സും വന്നത്. ഇപ്പൊ ഈ ഒരു പ്രൊജക്ട് ആണെങ്കിലും ലൈക് പീപ്പിൾ ആ ടൈമിൽ ഓഡിയൻസ് എൻജോയ് ചെയ്യും. സോ ആ ഫാൻസിനുള്ള ഗിഫ്റ്റ് ആണോ ഈ ആൽബം? ഇത് ഗിഫ്റ്റ് ഞാനല്ല, ഇതിപ്പോ പ്രൊഡക്ഷൻ തീരുമാനിച്ചു. ഞാനൊരു ആർട്ടിസ്റ്റാണ്, ഇവരൊരു ആർട്ടിസ്റ്റാണ്, ബാക്കിയുള്ള ആർട്ടിസ്റ്റാണ്. അപ്പൊ അവര് ആ ഒരു സ്ക്രിപ്റ്റിൽ ആ ഒരു പ്രൊജക്റ്റിൽ പ്ലേസ് ചെയ്യാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ ചെയ്തോ നല്ലത്. ഞങ്ങൾ ഗിഫ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. ഞങ്ങളാണ് ചെയ്യുന്നല്ല ഗിഫ്റ്റ് എന്ന് പറയാൻ പറ്റുന്നത്. ബട്ട് പ്രൊഡക്ഷൻ പറയുന്നത് എന്താ പറയുക, ഗിഫ്റ്റ് ആണ്. ആക്ച്വലി ആദ്യം നമ്മളിങ്ങനെ ഗിഫ്റ്റ് ആവോ എന്തോ എന്നൊന്നും വിചാരിച്ചില്ല. പക്ഷെ ഇതിന്റെ മോഷൻ പോസ്റ്റർ റിലീസ് ചെയ്ത് കഴിഞ്ഞ് ഇത് മില്യൻസിൽ പോയി കഴിഞ്ഞപ്പോ എനിക്ക് ഫീൽ ചെയ്യുന്നു ഇതൊരു ഗിഫ്റ്റ് ആയിട്ട് അവർ എഴുതിയിരിക്കുന്നത്. മീൻസ് ഞങ്ങൾക്ക് ഒരു അനുഗ്രഹമായിട്ടാണ് അത് ഫീൽ ചെയ്തിരിക്കുന്നത്. സീരിയസ്ലി ഇപ്പൊ അർജുൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അതിൽ ഞാൻ തീർച്ചയായിട്ടും അക്സെപ്റ്റ് ചെയ്യുന്നു ആ കാര്യം. ഈ ബിഗ് ബോസിനകത്ത് ഇവരുടെ തമാശ, ചിരി, കളി, ക്യൂട്ട്നെസ് ആണ്. അപ്പൊ ആ ഒരു സംഭവം ബിഗ് ബോസ് നിന്ന് കഴിഞ്ഞപ്പോ പല ആൾക്കാരും അത് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവരുടെ ഫാൻസ് അത് ഇങ്ങനത്തെ ഇന്റർവ്യൂ അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രസ് മീറ്റ് അതിൽ കൂടെയാണ് അവര് റീകളക്ട് ചെയ്യുന്നത്, അവരത് ആഘോഷിക്കുന്നത്. അപ്പൊ അതിലാണ് അവര് കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്നത്. ഇവരുടെ പേഴ്സണൽ ലൈഫ് എന്താ